എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ ബികോമിൻ്റെ പേപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3 കാറ്റഗറി ആയിട്ടാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ദെൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. പിന്നെ എസ് എ ക്വസ്റ്റ്യൻസ് 14 മാർക്ക്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് അവിടെ. ആ ഒരു 3 കാറ്റഗറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ അതിൽ വരുന്നതാണ് വാട്ട് ഈസ് ജേർണലൈസിങ് എന്താണ്, അതേപോലെ വാട്ട് ഈസ് പോസ്റ്റിംഗ്, what is double entry system of accounting, then what are the features of accounting in features, what is suspense account, what is going concern concept. ഒരുപാട് പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട്. സോ അതിൽ പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഗ്യാപ്പ് മീൻസ് GAAP. ഇതിൻ്റെ എക്സ്പാൻഷനാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗ്യാപ്പ് എന്നും ചോദിക്കാം. അപ്പോൾ എക്സ്പാൻഷൻ എഴുതിയാലും ഓക്കെയാണ്. ദെൻ വാട്ട് ഈസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, അതേപോലെ തന്നെ വാട്ട് ഈസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഇതെല്ലാം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ദെൻ വാട്ട് ഈസ് ഷോർട്ട് വർക്കിംഗ്, വാട്ട് ഈസ് മിനിമം റെൻറ്റ്, വാട്ട് ഈസ് റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്, ദെൻ വാട്ട് ഈസ് ഗ്രൗണ്ട് റെൻറ്റ്. ഇതെല്ലാം റോയൽറ്റിയിൽ വരുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ മറ്റൊന്നാണ് വാട്ട് ഈസ് ഡെറ്റേഴ്സ് സിസ്റ്റം, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡെറ്റേഴ്സ് സിസ്റ്റം. ദെൻ വാട്ട് ഈസ് കൺസൈൻമെൻറ്റ്, അതേപോലെ തന്നെ അതേപോലെ തന്നെ ഹൂ ഈസ് എ കൺസൈനർ, ഹൂ ഈസ് എ കൺസൈനർ ആരാണ്, കൺസൈനി ആരാണ്. ഇതെല്ലാം 3 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ പെർഫോമ ഇൻവോയ്സ്, വാട്ട് ഈസ് അക്കൗണ്ട് സെയിൽ, ഇത് തമ്മിൽ ഡിഫറൻസും ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമ ഇൻവോയ്സ് ആൻഡ് അക്കൗണ്ട് സെയിൽ. അതേപോലെ തന്നെ ഡെൽ ക്രെഡർ കമ്മീഷൻ, ആൻഡ് വാട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണ്. ഇതെല്ലാം എന്താണ് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അത് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 6 മാർക്കാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതിൽപ്പെട്ടതാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ദെൻ വാട്ട് ആർ ദ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അതിൽ 2 അപ്രോച്ച് ഉണ്ട്, അമേരിക്കൻ അപ്രോച്ച്, യൂറോപ്യൻ അപ്രോച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് എഴുതിയാലും ഓക്കെയാണ്, റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്. സോ അതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ്, പലതരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. സോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ്. അതേപോലെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റോയൽറ്റി ആൻഡ് റെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജറും ജേണലും തമ്മിലുള്ള ഡിഫറൻസസ്. ഇതെല്ലാമാണ് 6 മാർക്കിന് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് പാരഗ്രാഫ് അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടത്. ഇതിൽ ഈ ഒരു പറഞ്ഞ ചാപ്റ്ററുകളിൽ പ്രോബ്ലമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പാരഗ്രാഫ് അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ജേണൽ എൻട്രി പാസ് ചെയ്യാനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇപ്പം കുറച്ച് ട്രാൻസാക്ഷൻസ് തരികയും സോ അതിൻ്റെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാൻ പറയാറുണ്ട്. സോ അതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ക്വസ്റ്റ്യൻ തന്നിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറയാറുണ്ട്, അതും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ് മറ്റൊരു പ്രോബ്ലം, അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്ലസ് ടുവിലെല്ലാം ഓൾറെഡി പഠിച്ച ഒരു സംഭവം കൂടിയായിരിക്കും.
അപ്പോൾ അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റോയൽറ്റി അക്കൗണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രോബ്ലംസ് ആണ്. അപ്പം റോയൽറ്റി അക്കൗണ്ട്സ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം അവിടെ നിങ്ങൾ അനാലിസിസ് ടേബിൾ ഉണ്ടാക്കിയ ശേഷമാണ് ലെസ്സറിൻ്റെ ബുക്സിലുള്ള ജേണൽ എൻട്രീസ് അല്ലെങ്കിൽ ലെസ്സിയുടെ ബുക്സിലുള്ള ജേണൽ എൻട്രീസ് ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ലെസ്സറുടെ ബുക്സിലുള്ള ജേണൽ എൻട്രീസോ ലെസ്സിയുടെ ബുക്സിലുള്ള ജേണൽ എൻട്രീസോ ചിലപ്പോൾ രണ്ടും കൂടെ അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് റോയൽറ്റി അക്കൗണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ വരുമ്പോൾ നമുക്ക് അവിടെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ഡെറ്റേഴ്സ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരം ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരാറുള്ളത്. എന്താണ് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരം ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് നമ്മൾ ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരം ഒരു ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യേണ്ടുള്ളൂ. എന്നാൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരം ഒരുപാട് 7-8 ലെഡ്ജർ അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരം ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. ഓക്കെ, അപ്പം ബ്രാഞ്ച് അക്കൗണ്ട്സ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രോബ്ലമായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഒന്ന് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രകാരമുള്ള പ്രോബ്ലവും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ബ്രാഞ്ച് അക്കൗണ്ട്സിൽപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണെന്ത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ട്രയൽ ബാലൻസിനെ ഹെഡ് ഓഫീസിൻ്റെ ട്രയൽ അക്കൗണ്ടായിട്ട് മെർജ് ചെയ്യുന്ന അത്തരം എൻട്രീസ്, ജേണൽ എൻട്രീസ് മാത്രമാണ് അവിടെ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇൻകോർപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന പ്രോബ്ലം നിങ്ങൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരുന്നുണ്ട്. അതായത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, അതേപോലെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ ഇത്തരം ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയി ബന്ധപ്പെട്ട അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രാഞ്ച് അക്കൗണ്ടിൽ പെട്ട തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ടു എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ പിന്നീട് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ അതിലും നിങ്ങൾ ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പക്ഷേ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് കുറച്ചും കൂടെ അത്ര മറ്റുള്ള ചാപ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും എന്താണ് വളരെ റെയറായിട്ടൊക്കെ അത്തരം ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ കൺസൈൻമെൻറ്റ് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ് വീഡിയോസ്, ഇപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും റോയൽറ്റി ആണെന്നുണ്ടെങ്കിലും ഫൈനൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഏകദേശം 95% പോർഷൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ അത് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കൂടുതൽ വീഡിയോസ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.